എങ്ങനെയുണ്ടായിരുന്നു വെടിക്കെട്ട്? ആദ്യം ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ എന്താ പറയുക, ചേട്ടൻ്റെ കൂടെ നാദർശിക്കൊക്കെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഈ ഫെബ്രുവരി 3 റിലീസാവാൻ പോണത്. കാരണം നമ്മൾ സാധാരണ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നവരൊക്കെ പറയും, ചിലർ പറയും ഞാൻ യാദൃശ്ചികമായിട്ട് വന്നതാണ്, ചിലർ പറയും ടൈം പാസിന് വന്നതാണ്, ചിലർ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നതാണെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ്, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ കലാകാരന്മാരും കുറേ വർഷങ്ങളായിട്ട് സിനിമ എന്ന് പറയുന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം അത്രയും ഹാർഡ് വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പം ഞങ്ങളുടെ എല്ലാവരും സ്വപ്നമാണ് ഫെബ്രുവരി 3 റിലീസാവാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് ഇനി മുന്നോട്ട് ഞങ്ങളെ നയിക്കുന്നത്. അപ്പോൾ ഒത്തിരി താങ്ക്സ്. തീർച്ചയായും ഇനി ഈ സിനിമയിലെ മികച്ച വേഷങ്ങൾ ചെയ്ത റിതിൻ ആൻഡ് ദീപു രണ്ടുപേരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നല്ലൊരു കൈ നൽകാം. എനിക്ക് തോന്നുന്നു സിനിമ റിലീസായതിനു ശേഷം ആണെങ്കിൽ കുറച്ചുകൂടെ വലിയ കൈയടിയായിരുന്നു അല്ലേ? ദീപുവിനെ കുറിച്ച് പറയാനുണ്ട്. കാരണം ഈ സിനിമയും ദീപുവും തമ്മിൽ ഒരുപാട് ബന്ധമുള്ള ഒരാളാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ സിനിമ എഴുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാനസികമായിട്ട് ഇത്തിരി പ്രശ്നത്തിലായ സമയമായിരുന്നു ഞാനും വിഷ്ണു. പക്ഷെ ആ സമയത്തൊക്കെ ഒരു സപ്പോർട്ട് ചെയ്ത് തുടക്കം മുതൽ ഒടുക്കം വരെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാ പരിപാടിയും കോർഡിനേറ്റ് ചെയ്ത് വരെ ദീപു എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ദീപു ഇപ്പോൾ ആൻഡ്രോ ജോസഫ് പുതിയ പടം മരതകം എന്ന് പറയുന്ന സിനിമയുടെ കോ റൈറ്ററാണ്. ഈ സിനിമയുടെയൊക്കെ സ്ക്രിപ്റ്റ് അസോസിയേറ്റാണ്. അങ്ങനെ എല്ലാവർക്കും നമസ്കാരം. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഐശ്വര്യ പറഞ്ഞ ഞങ്ങൾ എല്ലാവരുടെയും വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 3 എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, പ്രാർത്ഥിക്കണം. നമസ്കാരം. പേര് റിച്ചിന്നാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല സത്യം പറഞ്ഞ. എല്ലാ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിലൊന്നാണ് ഈ പറഞ്ഞ സിനിമയിൽ എത്തി നിൽക്കുന്നത്. അതിനേലും വലിയൊരു ആഗ്രഹം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് കാണണം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. കാരണം നിങ്ങൾ വന്ന് കണ്ട് അത് വിജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള വന്ന 200ഓളം കഥാപാത്രം പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഇനി പുതിയ ആളുകളെ കൊണ്ടുവരാൻ ബാലുവിനെ പോലെ അല്ലെങ്കിൽ ഷിനോയ് ചേട്ടനെ പോലെയുള്ളവർക്ക് അത് വീണ്ടും ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് തിയേറ്ററിൽ തന്നെ കണ്ട് വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇതിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമില്ല, നാദർശിക്കാനോട് നിൽക്കാം. ഞങ്ങളും വിഷ്ണുവും ഒരാളെ കൂടി ചേർന്നിട്ടാണല്ലോ അമരപ്പുറം തോണി അഭിനയിക്കാനിരുന്നത്. ജയസൂര്യയുടെ ക്യാരക്ടർ എനിക്ക് രാജുവേട്ടൻ്റെ വിചാരിച്ചില്ലേ ആളാണ്. ഞാൻ വിഷ്ണു സിനിമയിൽ വന്നു, അവനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു സംഭവം വന്നപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഈ വേഷത്തിൽ വൺ ഓഫ് ദ ഹീറോ തന്നെയാണ്.